നിന്ന് കൊച്ചി ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഡെന്നിയുടെ ഉള്ളിൽ ദക്ഷയെ 2 ദിവസം വിളിക്കാൻ കഴിയാത്തതിലുള്ള ടെൻഷനായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചിട്ട് തിരക്ക് കാരണം എടുക്കാനും കഴിഞ്ഞില്ല. 2 ദിവസം മുന്നെയാണ് ഡൽഹി ഓഫീസിൽ നിന്നും ഫോൺ വന്നത്, നാട്ടിൽ അപ്പോയിൻമെന്റ് റെഡിയായിട്ടുണ്ടെന്ന്. എങ്കിലും ഡൽഹിയിൽ സ്പെഷ്യൽ ഓഫീസ് വിങ്ങിന്റെ ഹെഡായിട്ട് ഒരു പോസ്റ്റ് ഉണ്ടെന്നും അതിന് അങ്ങോട്ടേക്ക് വരണമെന്നും. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ദുർഗയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്നുള്ളത് കൊണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് മോർണിംഗ് ഫ്ലൈറ്റ് തന്നെ കയറി. അവളും ഇന്ന് മോർണിംഗ് എത്തും. ാണ് കൊണ്ടുപോകാൻ വന്നതെങ്കിൽ ഇതിനോടകം ദുർഗ എല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി ചെല്ലുമ്പോൾ ഡാനിയുടെ കൂടെ നിൽക്കുന്ന ദുർഗയെ കണ്ട് ഡെന്നിയുടെ കണ്ണുകൾ തിളങ്ങി. ഡെന്നി ഒരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഡെന്നിയുടെ കണ്ണുകൾ ദുർഗയിൽ തന്നെയായിരുന്നു. ശരിക്കും അവൾ ഞെട്ടി നിൽക്കുകയാണ്. പിന്നെ തന്നോടുള്ള പരിഭവം ആ മുഖത്തുണ്ട്. ഡെന്നി ചിരിച്ചുകൊണ്ട് ദക്ഷയെ ഹഗ് ചെയ്തു. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് ഞെട്ടി. പിന്നെ ചുറ്റിനും ആളുകൾ ഉള്ളതുകൊണ്ട് വേഗം അവനിൽ നിന്നും അകന്നു മാറി. ഡെന്നി വന്നതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാതെ അവർ നേരെ വീട്ടിലേക്ക് പോയി. ഫുക്രു ഉള്ളതുകൊണ്ട് വീട്ടിലേക്കാണ് പോയത്. ഉമ്മയ്ക്ക് പിന്നെ ദക്ഷയും ഡെന്നി വന്നതുകൊണ്ട് പെരുത്ത് സന്തോഷം. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആവേശത്തിലാണ് അവർ. വയറു നിറച്ച് ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് അവരെ എഴുന്നേൽക്കാൻ പോലും സമ്മതിച്ചത്. എന്റെ ഉമ്മ, ഇങ്ങള് പൊളിയാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം, ഡാനി ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, എനിക്ക് ജൻ ഇന്റെ മക്കളെ പോലെ തന്നെയാ. ഉമ്മ ഇവിടെ തന്നെ ഉണ്ടാകും. എന്റെ കുട്ടിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. ഉമ്മ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്റെ ഉമ്മ, അവനെ വല്ലാതെ അങ്ങ് അടുപ്പിക്കണ്ട. ഉമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉമ്മയെ സോപ്പിടുക. ദക്ഷ ഡാനിയെ കളിയാക്കി പറഞ്ഞു. അതിനെന്താ, എന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് ഒരു മടിയില്ല. ഉമ്മ ദക്ഷയെ നോക്കി പറഞ്ഞു. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞായറാഴ്ച ഉമ്മ വരണം. എനിക്കെന്റെ അമ്മയേക്കാൾ സ്ഥാനമുണ്ട് എന്റെ ഉമ്മയോട്. അഞ്ച കല്യാണത്തിന് നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും. അഞ്ച ഉമ്മയാ ഞാൻ. മക്കളെ കല്യാണത്തിന് ഉമ്മമാരുടെ മുന്നിൽ തന്നെ ഉണ്ടാകണം. ദക്ഷ പറഞ്ഞ് മുഴുവനാക്കും. പിന്നെ തന്നെ ഉമ്മ അവളോട് പറഞ്ഞു. ദക്ഷ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുംബിച്ചു. ഉമ്മയും അവളെ ചേർത്ത് പിടിച്ചു. അവിടുന്ന് അവർ നേരെ പോയത് വീട്ടിലേക്കാണ്. ജോജോ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഫയലെല്ലാം ഒതുക്കി വെക്കുകയാണ്. ഡെന്നി ഇല്ലാത്തത് കൊണ്ട് ഓവർലോഡാണ്. അപ്പോഴാണ് ഡോർ തുറന്ന് അവന്റെ അടുത്തേക്ക് അവന്റെ പിയെ വന്നത്. അമ്മയ എന്ന അമ്മു. എന്താ അമ്മയാ? ജോ ചോദിച്ചു. സർ, ഈ ഫയൽ ഈവനിങ് ജേക്കബ് സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അമ്മയെ അവനെ നോക്കി പറഞ്ഞു. ഓ ഷിറ്റ്, ഞാനതങ്ങ് മറന്നു. ജോ നെറ്റിയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്കാം. ജോ അവളുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി. സർ, അമ്മു അവനെ നോക്കി വിളിച്ചു. എന്താ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജോ ചോദിച്ചു. അത് ഞാൻ പൊയ്ക്കോട്ടെ, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു. അമ്മയെ അവനെ നോക്കി പറഞ്ഞു. അതെന്ത് പറ്റി? താൻ സാധാരണ 5:30-ക്കല്ലേ പോകാറുള്ളത്? ജോ അവളോടായി ചോദിച്ചു. അത് എനിക്ക് വീട്ടിൽ പോകാൻ. അമ്മയെ മടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതിനാണോ? താൻ എന്തിനാണോ ഇങ്ങനെ വിൽക്കുന്നേ? ഇപ്പോഴും എന്നോടുള്ള പേടിയൊന്നും മാറിയിട്ടില്ല അല്ലേ? ജോ അവളുടെ വിക്കിയുള്ള മറുപടി കണ്ട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സർ, അമ്മയെ പറഞ്ഞു. അപ്പൊ പേടിയില്ലേ? ജോ കുസൃതിയോട് ചോദിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അവന്റെ വരവ് കണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി. അവസാനം ചുമരിൽ തട്ടി നിന്നു. അമ്മ അവനെ മുഖമുയർത്തി നോക്കി. ഞാൻ പൊയ്ക്കോട്ടെ. പോണോ? ഞാൻ കൊണ്ടുവിടാം. വേണ്ട, പപ്പ കണ്ടാ പിന്നെ അത് മതി. നീ എന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കുന്നേ? യോ, ദേഷ്യപ്പെടല്ലേ. പിന്നെ ദേഷ്യപ്പെടാതെ. ഇനി മതി നീ അവിടെ നിന്നതും. നല്ലൊരു ദിവസം നോക്കി ഞാൻ അമ്മയും കൂട്ടി വരാം. ഇനിയും കാത്തു നിൽക്കാൻ എനിക്ക് വയ്യ, ജോ അവളോടായി പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതെ നിന്നു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഈ ഓഫീസിൽ വന്നിട്ട് 2 വർഷമാകുന്നു. മറ്റേത് ഓഫീസിനേക്കാളും ശമ്പളം ഉണ്ട് ഇവിടെ. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ്. ആഴ്ച 2 ദിവസം വീട്ടിൽ പോകും. ബാക്കിയുള്ള ദിവസം ഇവിടെ അടുത്ത് പെയിന്റ് ഗസ്റ്റായിട്ട് താമസിക്കുകയാണ്. ജോ തന്നെയാണ് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തത്. ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ അത് വാക്കുകൾ കൊണ്ട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. മനസ്സുകൊണ്ട് ഓരോ ദിവസവും അവനിലേക്ക് അടുത്തു പോയിരുന്നു. ഒരു ദിവസം ജോയ്ക്ക് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു കേട്ടതും മറ്റൊന്നും ആലോചിക്കാതെ അവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. കയ്യിലും തലയിലും കെട്ടുമായി ഇരിക്കുന്നവനെ കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. ഓടിച്ചെന്നാ നെഞ്ചിലേക്ക് ചേരുമ്പോൾ മറ്റൊന്നും ഓർമ്മയിലുണ്ടായിരുന്നില്ല. പിന്നീട് ബോധം വന്ന് മാറാൻ നിന്നപ്പോഴേക്കും ആള് നെഞ്ചിലേക്ക് ചേർത്ത് വരിഞ്ഞു ചുറ്റിപ്പിടിച്ചു. കള്ളിപ്പൂച്ചേ, ചെവിയിൽ മെല്ലെ വിളിച്ചു. മുഖമുയർത്തി നോക്കുമ്പോൾ ആ കണ്ണിൽ കാണുന്ന പ്രണയവും കുസൃതിയും നാണം കൊണ്ട് മുഖമൊളിപ്പിച്ചു. പിന്നെ സ്നേഹം അറിയുകയായിരുന്നു. ആ സ്നേഹത്തിലെല്ലാം മറന്ന് ആ നെഞ്ചിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരിടം വേറെ ഇല്ലെന്ന് തോന്നിപ്പോകും. എന്താണ് അമ്മൂട്ടി ഇങ്ങനെ നോക്കുന്നേ? ജോ അവളുടെ മുഖത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ചായ, ഞാൻ പൊയ്ക്കോട്ടെ. ഇനിയും നിന്നാ നേരം വൈകും. നാളെ ഞാൻ ചിലപ്പോഴേ വരൂ. നാളെ വന്നില്ലെങ്കിലും ഡെനിയുടെ റിസപ്ഷന്റെ അന്ന് വരണം. അന്നിടാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു തരാം. അതൊന്നും വേണ്ടെന്ന് പറയണ്ട. എന്റെ പെണ്ണിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, ജോ ദേഷ്യത്തിൽ പറഞ്ഞു. അമ്മു ചിരിച്ചുകൊണ്ട് അവന്റെ താടിത്തുമ്പിൽ ഒന്ന് മുത്തി. ജോ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. കുറച്ച് സ്ട്രോങ് ആയി തന്നൂടെ പെണ്ണെ? ജോ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇത്രയും സ്ട്രോങ് മതി. എങ്ങോട്ടായി അടുപ്പിച്ചു വരുന്നേ? അമ്മു അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് അവളുടെ തലയ്ക്ക് പിന്നിൽ പിടിച്ച് അവളുടെ അതിരത്തെ നുണഞ്ഞു. അമ്മു അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ച്
കുറച്ചു നേരം അവൻ അവളുടെ അതരം മുഴുവൻ വായിലാക്കി നുണഞ്ഞിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടിയതും അവൻ അതരം പിൻവലിച്ചു. ഒരു ദിവസം പോലും ഈ മധുരം കിട്ടാതെ പറ്റില്ല പെണ്ണെ, അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അമ്മ അവനെ ചേർത്ത് പിടിച്ച് അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. ഡെന്നിയും മറ്റും വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. വണ്ടിയിൽ കയറിയത് മുതൽ ദക്ഷ ഡെന്നിയെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഡാനിയോട് കത്തിവെക്കുന്ന ദക്ഷി അവൻ കുശുമ്പോടെ നോക്കിയെങ്കിലും അവളാണെങ്കിൽ അവനെ നല്ലതുപോലെ പുച്ഛിച്ചു വിട്ടു. കുട്ടിപ്പിശാശു, വീട്ടിലെത്തട്ടെ, നിനക്കുള്ളത് വീട്ടിൽ ചെന്നിട്ട് എത്തരാം എന്ന രീതിയിൽ ഡെന്നി ദക്ഷയെ നോക്കി കണ്ണുരുട്ടി. ദക്ഷ, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന ലെവലിൽ അവളും തിരിച്ച് അവനെ നോക്കി കണ്ണുരുട്ടി. വീട്ടിലെത്തി ഹാളിലേക്ക് കടന്നപ്പോൾ എല്ലാവരും ദക്ഷയെ പൊതിഞ്ഞു. വിശേഷം പറച്ചിലും തൊട്ടുനോക്കലുമായ ഒരു ബഹളം തന്നെയാണ്. ഈ കുറച്ചു ദിവസം ദക്ഷ മാറി നിന്നത് വീടിനെ വല്ലാതെ മൂടിക്കെട്ടിയിരുന്നു. ഈ വീട്ടിൽ ഓരോരുത്തർക്കും ദക്ഷ അത്രയേറെ പ്രിയപ്പെട്ടവളാണെന്ന് ഈ കുറച്ചു ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. ദക്ഷയെ കണ്ട് വിശേഷം തിരക്കലും ആയതുകൊണ്ട് കൂടെ വന്ന ഡെന്നിയെ ആരും തന്നെ ശ്രദ്ധിച്ചില്ല. കുറച്ചു കഴിഞ്ഞത് മാലീസ് മമ്മി വന്ന് നീ എപ്പോ വന്നു എന്ന് ചോദിച്ചതിന് ഒരു കൂർത്ത നോട്ടം നോക്കി റൂമിലേക്ക് ചവിട്ടി തുള്ളിപ്പോയി അവൻ. ചെറുക്കൻ ഇത് എന്നാ പറ്റി? ആലീസ് അവൻ പോയ വഴിയെ നോക്കി ചോദിച്ചു. ആലിക്കുട്ടി, ഡെന്നിസ് എബ്രഹാമിന് കുശുമ്പ് കുത്തിയതാ, ദക്ഷ അവരുടെ മൂക്കിൽ പിടിച്ച് കളിയോടെ പറഞ്ഞു. ഡി പെണ്ണെ, നീ എന്റെ ചെക്കനെ വല്ലാതെ വട്ടാക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു രസമല്ലേ? അവള് ചിരിച്ച് കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അവന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോഴും നീ ഇതൊക്കെ തന്നെ പറയാം. ദക്ഷ അതിനൊന്ന് ചിരിച്ച് ബാഗും എടുത്ത് റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഡെന്നി ഫ്രഷ് ആകാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അവൾ വേഗം ബാഗിലുള്ള ഡ്രസ്സ് എടുത്തിട്ട് എല്ലാം ഷെൽഫിൽ വെച്ചു. മുടിയൊന്ന് ചുരുട്ടിക്കെട്ടി ഫ്രഷ് ആകാനുള്ള ഡ്രസ്സും ടവലും എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും അവൾക്ക് മുന്നിൽ ഡെന്നി വന്നു നിന്നു. ഒരു ടവൽ മാത്രം എടുത്ത് ദേഹത്ത് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നവനെ കാണെ ഉള്ളിലൊരു വിറയൽ വന്നു. എന്തായിരുന്നു മോൾക്ക് എന്നോടൊരു പുച്ഛം? ഡെന്നി അവളിലേക്ക് അടുത്തുകൊണ്ട് ചോദിച്ചു. എനിക്കെന്ത്? ദക്ഷ അവനെ നോക്കാതെ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. ഡെന്നി അവളെ വിടാതെ ബ്ലോക്ക് ചെയ്തു. മാറിക്കേ, ഞാൻ ഫ്രഷ് ആകട്ടെ. ദക്ഷ അവന്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഫ്രഷ് ആയിക്കോ, പക്ഷെ എന്റെ കൊച്ചിനോട് പിണങ്ങി നിൽക്കുമല്ലായിരുന്നോ? ആ പിണക്ക് ഇച്ചാനൊന്ന് മാറ്റിത്തരട്ടെ. ഞാൻ പിണങ്ങിയിട്ടില്ല. അങ്ങനെയല്ല, എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഇച്ചാൻ കണ്ടതാ എന്റെ കൊച്ചിന്റെ മുഖത്തെ ഈ പിണക്കം. എന്റെ മഹാദേവ, ഏത് നേരത്താണാവോ ഇങ്ങനെ പുച്ഛിക്കാൻ വേണ്ടി തോന്നിയത്? വണ്ടിയിൽ വെച്ച് കാണിച്ചതിനുള്ള പണിയാണ് ഇപ്പൊ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് മനസ്സിൽ പറഞ്ഞു. എന്നതാ എന്റെ കൊച്ച് ആലോചിക്കുന്നേ? അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈവച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ച് ചോദിച്ചു. എന്റെ പിടുത്തത്തിൽ അവളൊന്ന് വിറച്ചുപോയി. അവന്റെ നഗ്നമായ ഉറച്ച നെഞ്ചിലേക്ക് അവളുടെ ശരീരം അമർന്നതും കറണ്ട് പാസ് ചെയ്ത് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴും അവന്റെ കണ്ണുകൾ ഇമവെട്ടാതെ അവളിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ഡെന്നി വീണ്ടും അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് മുഖമടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് ദക്ഷ ഞെട്ടി അവനെ തള്ളി മാറ്റി ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഡോറടച്ചു. വാതിലിൽ ചാരി നിന്ന് അവൾ ശ്വാസമെടുത്തു. ദക്ഷ കണ്ണുകളടച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ഇന്നലെ വരെ അവന്റെ കരവലയത്തിലെത്താൻ കൊതിച്ചിരുന്നു. അത്രമേൽ അവനിലേക്ക് മനസ്സ് അടിമപ്പെട്ടു പോയിരുന്നു. പക്ഷെ അടുത്ത് നിൽക്കുമ്പോൾ നെഞ്ചിൽ എന്തെന്നില്ലാത്ത ശക്തിയിൽ ുണ്ടായിരുന്നു. അവന്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ തളർന്നു പോയി. പിന്നെയും കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് ഫ്രഷ് ആകാൻ തുടങ്ങി. ഡെന്നി അവള് പോയ പുറകെ ഒന്ന് നോക്കി. പിന്നെ ഫോൺ എടുത്തു. ഹലോ ഡെന്നി. യെസ്, ഡെന്നി ഹിയർ. ഹൂ ഇസ് ദിസ്? ഇത് ഞാനാടാ, ക്രിസ്റ്റി. ഡാ, നീ ഇതെവിടെയാ? നിനക്ക് എവിടെയാ പോസ്റ്റിങ്? ഞാനൊരു മലമേടിലാണ്. തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. ജോഷിപ്പയുടെ കൂടെ ഒരു കുഞ്ഞു ട്രിപ്പ്. എന്റെ പോസ്റ്റിംഗ് മിക്കവാറും കോട്ടയാകാനാണ് ചാൻസ്. എടാ, നീ എന്നതായാലും റിസപ്ഷൻ്റെ അന്ന് വരില്ലേ? പപ്പയും അമ്മയെ ഞാൻ വിളിച്ചിരുന്നു. ഡെറിയും വരാമെന്ന് പറഞ്ഞു. ഞാൻ വരാടാ, ഇത്തിരി വൈകിയാലും ഞാനന്ന് വന്നിരിക്കും. ഓക്കെ ബൈ, ഞാൻ വിളിക്കാം. ദക്ഷ ഫ്രഷായി ഇറങ്ങി ചുറ്റിനു നോക്കിയപ്പോൾ ഡെന്നിയെ റൂമിലെങ്ങും കണ്ടില്ല. അവൾ ആശ്വാസത്തോടെ പുറത്തേക്ക് പോകാൻ നിന്നതും ബാൽക്കണിയിൽ നിന്ന് വരുന്നത് കണ്ട് അവളൊന്ന് ഞെട്ടി. ദക്ഷ വേഗം അവനെ മറികടന്ന് പോകാൻ നേരെ നിന്നതും ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ചു. ഇച്ചാന്റെ കൊച്ചിത് എവിടെ പോവാ? വിട്ടെ, ഞാൻ ചാരുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. വിടില്ല, കുറച്ചു നേരത്തെ നിർത്തി വെച്ചത് നമുക്കങ്ങ് തുടങ്ങിയാലോ? ഡെന്നി അവളുടെ മുഖത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. ദേ വേണ്ടാട്ടോ, വിട്ടെ, ഞാൻ പോട്ടെ. എന്താ ഇപ്പൊ പ്രശ്നം? പിണക്കമാണോ എന്റെ ദുർഗ കൊച്ച്? ഡെന്നി അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ദക്ഷ അവനെ ഒന്ന് നോക്കി. അവൾക്ക് അവന്റെ കുഞ്ഞു കണ്ണുകളിൽ കാണുന്ന കുസൃതി നിറഞ്ഞ പ്രണയം താങ്ങാൻ കഴിയാതെ കണ്ണുകളെ ഇറുക്കിയടച്ചു. കണ്ണടച്ച് പാല് കുടിക്കുന്ന കള്ളിപ്പൂച്ചയാണോ പെണ്ണെ നീ? ഡെന്നി കുറുമ്പോടെ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ കണ്ണുകളെ വലിച്ചു തുറന്നു. അതേസമയം അവൻ അവളുടെ അതിർത്തി സ്വന്തമാക്കി. ദക്ഷ പിടഞ്ഞു മാറാൻ നോക്കിയതും ഡെന്നി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ഇത്രയും ദിവസം കാണാൻ കഴിയാത്തതിന്റെ സങ്കടവും പരിഭവവും എല്ലാം അവൻ ആ ചുംബനത്തിലൂടെ അവളോട് പറയുന്നുണ്ടായിരുന്നു. ശ്വാസം തടസ്സമായി തുടങ്ങിയതും അവൾ പിടഞ്ഞു. അത് മനസ്സിലാക്കിയതും ഡെന്നി അവളുടെ അതിരത്തെ മോചിപ്പിച്ചു. ദക്ഷ കിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. ഇതെങ്കിലും തന്നില്ലെങ്കിൽ ഇജാനെ ശ്വാസം മുട്ടും കൊച്ചേ. ഇനി എങ്ങോട്ടും ഒറ്റയ്ക്ക് പോവണ്ട, പോന്നെങ്കിൽ ഞാനും വരും. ദക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളോടായി പറഞ്ഞു. അതുവരെ ഉള്ളിലുണ്ടായിരുന്ന കുഞ്ഞു പരിഭവം മാഞ്ഞു പോയിരുന്നു.
അവൻ പറഞ്ഞതുപോലെ അവനില്ലാതെ ഇനിയും ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി തുടങ്ങിയതുകൊണ്ട് തന്നെ ഇത്രയും വേഗം വർക്കെല്ലാം ഒരുവിധം തീർത്ത് ഇങ്ങോട്ടേക്ക് പോന്നത്. ഇവിടെ വന്നപ്പോൾ ഇച്ചായൻ ഡൽഹിയിൽ പോയേക്കുവാന്ന് കേട്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. IPS ആകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്നൊരു സൂചന പോലും തന്നില്ല. അതിന് ചെറുതായ ഒരു ദേഷ്യം തോന്നി. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ഇച്ചായൻ ഇങ്ങോട്ട് അടുപ്പം കാണിച്ചിട്ടും പിന്നോട്ട് നിന്നത് ഞാനല്ലേ. എങ്കിലും അതിന്റെ പേരിൽ കുഞ്ഞു പരിഭവം കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒരു ചുംബനത്തിൽ ഇല്ലാതാക്കിയത്. എന്നതാ ഇച്ചായന്റെ കൊച്ച് ആലോചിച്ച് കൂട്ടുന്നേ. ഡെന്നി അവളുടെ മൂക്കിന്റെ തുമ്പിൽ പിടിച്ചു കുലുക്കിയപ്പോഴാണ് ദക്ഷ ചിന്തകളിൽ നിന്നും ഉണർന്നത്. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഡെന്നി ചിരിച്ചുകൊണ്ട് അവളുടെ കവളയിൽ ചുണ്ടു ചേർത്തു. എന്നോടെന്താ പറയാതെ ഇരുന്നേ? ദക്ഷ അവനോടായി ചോദിച്ചു. ഒരു സർപ്രൈസ് എൻട്രി തരണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഡാനി നിന്നോടെല്ലാം പറഞ്ഞു. ഇല്ലെങ്കിൽ ഇപ്പോഴും അറിയില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഇനിയുണ്ടോ സർപ്രൈസ്? ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്നെ കണ്ണിറുക്കിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ദക്ഷ ചിരിച്ച് അവനെ തള്ളി മാറ്റി അവിടെ നിന്നും പോയി. വീണ്ടും അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർക്കാൻ നിന്നതും അവൾ വഴുതിക്കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു. ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം കിടന്നതിന് ശേഷം ദക്ഷയും ഡെന്നിയും ചേർന്ന് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ദക്ഷയുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മായുന്നുണ്ട്. ഡെന്നി അതെല്ലാം ശ്രദ്ധിച്ചെങ്കിലും അവനൊന്നും തന്നെ ചോദിച്ചില്ല. വീടെത്തിയതും ദക്ഷ ഒന്ന് മടിച്ചു ഇറങ്ങാൻ. പിന്നെ എന്തും വരട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. കൂടെ ഡെന്നിയും. വീടിന്റെ ഉമ്മർത്ത് വണ്ടി വന്ന ശബ്ദം കേട്ട് രുക്മിണി ഡോർ തുറന്ന് പുറത്തേക്ക് വന്നിരുന്നു. കൂടെ ദേവികയും. ദക്ഷയെ കണ്ടതും അവരുടെ മുഖത്ത് ദേഷ്യം നിറയുന്നത് ഡെന്നി കണ്ടിരുന്നു. എരണം കെട്ടവളെ, എന്തിനടി നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? അവർ അവളെ നോക്കി ആക്രോശിച്ചു. ദക്ഷ ഒന്നും തന്നെ മിണ്ടിയില്ല. മുൻപും ഇതുപോലെ ഉള്ളത് കേട്ടതുകൊണ്ട് ദക്ഷയ്ക്ക് വലിയ വിഷമമൊന്നും തോന്നിയിരുന്നില്ല. അച്ഛൻ എവിടെ അമ്മേ? ദക്ഷ അവരോട് ചോദിച്ചു. ആരാടി നിന്റെ അച്ഛനും അമ്മയും? നീ എന്റെ മകളും അല്ല, അങ്ങേര് നിന്റെ അച്ഛനും അല്ല. അവള് ബന്ധം പുതുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. കണ്ടവന്റെ കൂടെ നിരങ്ങുന്ന നിന്നെ. അങ്ങനെ ഒരു മകൾ ഞങ്ങൾക്കില്ല. പറഞ്ഞു തീരെ മുന്നേ മുന്നിലുണ്ടായിരുന്ന ചെടിച്ചട്ടി അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു വീണതും രുക്മിണി പേടിച്ച് പിന്നിലേക്ക് നീങ്ങി. പേടിയുടെ മുഖമുയർത്തി നോക്കിയ രുക്മിണി കാണുന്നത് ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽക്കുന്ന ഡെന്നിയാണ്. ഇനിയൊരു അക്ഷരം നിങ്ങളുടെ നാവ് കൊണ്ട് എന്റെ പെണ്ണിനെ പറഞ്ഞാലുണ്ടല്ലോ. അവർക്ക് നേരെ കൈ ചൂണ്ടി ഡെന്നി പറഞ്ഞതും അവർ ഉമിനീറിറക്കി. ചുറ്റുമുള്ള അയൽപ്പക്കമുള്ളവരെല്ലാം നോക്കുന്നത് കണ്ടതും രുക്മിണിക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് ഓർത്തതും അവളോട് വീണ്ടും വെറുപ്പും പകയും ഒക്കെ അവർക്ക് തോന്നിയിരുന്നു. അപ്പോഴാണ് ഗേറ്റ് കടന്നു വരുന്ന മാധവിനെ കണ്ടത്. ദക്ഷയെ കണ്ടതും മാധവ് അവളെ ചേർത്ത് പിടിച്ചു. എപ്പോഴാ മോള് വന്നേ? വാ, അകത്തേക്ക് ഇരിക്കാം. വേണ്ടച്ചാ, ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. ഈ ഞായറാഴ്ച ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ റിസപ്ഷനാണ്. അച്ഛൻ വരണം. ദക്ഷ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ വരും, അയാൾ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. പിന്നെയും അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഡെന്നി ദക്ഷയും കൂട്ടി ഇവിടെ നിന്നും ഇറങ്ങി. മാധവ് ഉമ്മറത്തേക്ക് കയറിയതും രുക്മിണി അയാളെ തറപ്പിച്ചു നോക്കി. അയാൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. വണ്ടിയിൽ കയറിയത് മുതൽ ദക്ഷയുടെ മൗനം ഡെന്നി അസ്വസ്ഥമാക്കി. ദക്ഷ പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. അതെ കൊച്ചേ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ട് നോക്കിയിരിക്കാൻ? ദക്ഷ ഒന്നും തന്നെ മിണ്ടിയില്ല. ഷോ, ഈ കൊച്ചിന്റെ നാക്ക് കളഞ്ഞു പോയോ കർത്താവേ. ഡോ, തനിക്കിപ്പോ എന്താ വേണ്ടത്? റീചാർജ് ആയല്ലോ. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഡെന്നി ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. ഡെന്നി നേരെ പോയത് ജോയിയുടെ വീട്ടിലേക്കാണ്. അവിടെ അമ്മച്ചി ഒരുപാട് തവണ പറഞ്ഞിരുന്നു ദക്ഷയെക്കുട്ടി അങ്ങോട്ടേക്ക് വരാൻ. ജോയുടെ വീട്ടിലെത്തിയതും ദക്ഷയുടെ കണ്ണുകൾ സംശയത്തോടെ അവനെ നോക്കി. ഡെന്നി കണ്ണ് ചിമ്മി കാണിച്ച് അവളോട് ഇറങ്ങാൻ പറഞ്ഞു. കോളിംഗ് ബെല്ലടിച്ചതും അമ്മച്ചി വന്ന് ഡോറ് തുറന്നു. നീയായിരുന്നോ? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? അമ്മച്ചി അവനെ കണ്ടതും പറയാൻ തുടങ്ങി. എന്റെ പൊന്ന് താരമോ, ഞാനിങ്ങ് വന്നില്ലേ. ഇപ്പൊ നിൽക്കുന്നു കാണണോന്ന് പറഞ്ഞ ആളെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? ഡെന്നി അവരെ ചേർത്ത് പിടിച്ച് ദക്ഷയെ കാണിച്ചു കൊടുത്തു. ഡെന്നിയെ കണ്ടതുകൊണ്ട് തന്നെ ദക്ഷയെ അവര് ശ്രദ്ധിച്ചിരുന്നില്ല. കർത്താവേ, എന്റെ കൊച്ചുണ്ടായിരുന്നോ? ഇവിടെ വാ, അകത്തേക്ക് കയറുമോളെ. അവർ ഡെന്നിയുടെ അടുത്ത് നിന്നും ദക്ഷയുടെ അടുത്തേക്ക് വന്നു. അവളൊരു ചിരിയോടെ അവരുടെ ഒപ്പം അകത്തേക്ക് കയറി. ഇന്ന് എന്തായാലും ലൂക്കസിനെ കാണണമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് പാവം കുറെ കുട്ടികളുടെ ജീവൻ അപകടത്തിലാവുകയാണ്. അയാൾ പള്ളിയിൽ ഇറങ്ങി നേരെ അരമനയിലേക്ക് നടന്നു. ആ സമയം ലൂക്കച്ചൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. മുഖം മറച്ചു മാറ്റിനകത്തേക്ക് കയറി. അവനെ കണ്ടതും ലൂക്കച്ചൻ ഫോൺ ഓഫ് ചെയ്തു. ആരാ നിങ്ങള്? അനുവാദം കൂടാതെ അകത്തേക്ക് എന്തിനാ പ്രവേശിച്ചത്? ലൂക്കച്ചൻ വളരെ പരുക്കനായി തന്നെ പറഞ്ഞു. അച്ഛോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ലോകത്ത് എനിക്ക് ആരെയും വിശ്വാസമില്ല. കുറച്ചെങ്കിലും അച്ഛനിൽ ഞാനൊരു നന്മ കാണുന്നുണ്ട്. അതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മരണം എനിക്ക് പുറകെയുണ്ട്. അതുകൊണ്ട് ലോകം അറിയേണ്ട ഈ സത്യം അച്ഛൻ പുറത്തു കൊണ്ടുവരണം. അച്ഛൻ അയാളോട് പറഞ്ഞു. എന്താ തനിക്ക് പറയാനുള്ളത്? അച്ഛൻ ചോദിച്ചു. ഒരു നിമിഷം അയാൾ മൗനമായി തന്നെ നിന്നു.